സിദ്ദിഖിന്റെ രാജിയിലേക്ക് നയിച്ച ലൈംഗിക ആരോപണ കാര്യങ്ങൾ തന്നെ സംബന്ധിച്ച് അതുകൊണ്ട് നിയമ പോരാട്ടം അത് ആലോചിച്ച് മാത്രമേ ഉള്ളൂ. രീതി അറിയില്ല. ഞാൻ കോടതിയിൽ പെർഫോം ചെയ്ത് മോഹൻലാലിനോടൊന്നും അങ്ങനെ പറയുകയൊന്നും ചെയ്തിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ഇത്രയും സംഗതികൾ കഴിഞ്ഞ് കോടതിയിലെ വാദമൊക്കെ കഴിഞ്ഞ് ഇനി അവസാനം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണിത്. ആ സ്കൾപ്ചർ ഒരിക്കലും നന്നാവരുത്. അപ്പൊ അവളെ അത്രയും ഡൗൺ ആക്കണം. അങ്ങനെയൊക്കെ ആലോചിച്ചാണ് അത് ഫസ്റ്റ് ഡേ ആണത് ചെയ്യുന്നത്. ദൈവമേ, ഈ മകന്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടിളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. പൊളിഞ്ഞൂപ്പാടിളകി അണ്ടിപോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാ കേൾക്കുന്നത്. വലിയ പ്രതീക്ഷ നൽകുന്നു എന്നത് അവർ പറയുന്നു. സിദ്ദിഖ് വലിയ ക്രിമിനലാണ്, ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. തനിക്ക് മാത്രമല്ല, ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സമയം കിട്ടുമ്പോ പൗളൂട്ടി ബ്രദർ ഒന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി. നിറയെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണും. ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല. ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ്.